ശ്രീ ഷാബു പ്രസാദ്, ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ആയുധ ഇറക്കുമതി, കയറ്റുമതി, അമേരിക്കൻ താല്പര്യങ്ങൾ, സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്നതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയും അത്തരത്തിൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ ഒക്കെ വ്യാപകമായ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ മാറുന്ന കാലമാണ്, യുദ്ധരീതികൾ മാറുന്നുണ്ട്, ആക്രമണ രീതികൾ മാറുന്നുണ്ട്, അയൽ രാജ്യങ്ങളുടെ ഇടപെടലുകളും നയതന്ത്ര ഇടപെടലുകളിലും ഒക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനിടെയാണ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ആയുധങ്ങൾ വിൽക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. അങ്ങനെ കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഈ ബാലൻസിങ്ങിനെ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ നോക്കി കാണേണ്ടത് എന്നതാണ് താങ്കളുടെ നിരീക്ഷണം. ഈ പ്രധാനമന്ത്രി രാഷ്ട്രത്തോടായി ചെയ്ത ആ ഒരു അഭിസംബോധനയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശാന്തിയിലേക്കുള്ള മാർഗം എന്നത് ശക്തിയുടേതാണ്. കരുത്തുള്ളവനെ മാത്രമേ ഈ ആരും ബഹുമാനിക്കുകയുള്ളൂ. ആ കരുത്ത് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. വളരെ പ്രധാനപ്പെട്ട. അതായത് 1998 ആ രണ്ടാം പൊഖ്റാൻ സ്ഫോടനത്തിലൂടെ എല്ലാവർക്കും, ലോകത്തിന് മുഴുവൻ അറിയാം നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, നമ്മൾ 73 പരീക്ഷിച്ചതാണ്, അതുണ്ടെന്നറിയാം. പക്ഷേ ആ ഒരു കരുത്തിന്റെ വിളംബരത്തിലൂടെയാണ് ശരിക്ക് നമ്മുടെ പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മുടെ ഒരു ആത്മവിശ്വാസവും വളർന്നത്, ആ രാജ്യത്തിന്റെ കരുത്തിനെ ലോകം അംഗീകരിച്ചത്. അങ്ങനെ കരുത്ത് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ മാറിയ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത്, നോക്കൂ, ഇപ്പതാ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഞാൻ പറയും, ഇതിന്റെ അകത്തെ ആത്യന്തികമായി ഏറ്റവും വലിയ വിജയിച്ചു നിൽക്കുന്നത് സയൻസാണ്. അതായത് അങ്ങേയറ്റം സൂക്ഷ്മമായ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുദ്ധം നടത്തിയത്. അതുകൊണ്ടാണ് കേവലം 4 ദിവസം കൊണ്ട് ഒരു ന്യൂക്ലിയർ പവർ എന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ നട്ടലൊടിച്ച് കളയാൻ കഴിഞ്ഞത്, വിത്തൗട്ട് ഈവൻ എ സിംഗിൾ കാഷ്വാലിറ്റി, സിവിലിയൻ കാഷ്വാലിറ്റി. അവിടെയാണ് ആ യുദ്ധം മാതൃകയാവുന്നത്. ഇതിനെ സഹായിച്ചത് എന്താണ്? ടെക്നോളജിയാണ്, സയൻസാണ്. അതിനെ നന്നായിട്ട് ആ എക്സ്പെർട്ടൈസാണ്. നമ്മുടെ ബഹിരാകാശത്തുള്ള നമ്മുടെ ഉപഗ്രഹങ്ങൾ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ വലിയ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി, ഒരു സയന്റിഫിക് നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടും പ്രിസിഷൻഡ് ആയിട്ടും നമുക്ക് ആ ഓപ്പറേഷൻ നടത്താൻ സാധിച്ചത്. അതായത് ഇതൊരു വലിയ സൂചനയാണ്, ദിശാസൂചകമാണ്. ഭാവിയിലെ യുദ്ധഭൂമികളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടാൻ പോകുന്നതും ടെക്നോളജി തന്നെയാണ്. ആ മേഖലയിൽ നാം ഒരുപാട് കരുത്താർജിക്കേണ്ടതുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഇതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതായത് ഈ ആയുധ കയറ്റുമതിയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും, പഴയ സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഏറ്റവും അവർ സമ്പന്നരായി മാറിയത് ആയുധം വിറ്റ് തന്നെയാണ്. ഇതിന്റെ അകത്തെ ശരിയോ ധാർമ്മികതയോ അല്ല അവിടുത്തെ പ്രശ്നം. യുദ്ധത്തിൽ ഒരു നീതിയേ ഉള്ളൂന്നേ, അത് വിജയം എന്ന് പറയുന്ന നീതിയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കരുത്തുള്ളവനെ മാത്രമേ ലോകം ബഹുമാനിക്കുകയുള്ളൂ, ആൾക്കാർ ബഹുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് കരുത്താർജിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണത്. ആ കരുത്താർജിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അതൊരു വലിയ മാർക്കറ്റാണ്. എന്തുകൊണ്ട് നമ്മൾ ആ മാർക്കറ്റ് ഉപയോഗിച്ചുകൂടാ? ആ മാർക്കറ്റ് നമ്മൾ വലിയ മാർക്കറ്റ് കിടക്കുകയാണ്. ഇപ്പൊ ഈ യുദ്ധത്തിലൂടെ, ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ, ഞാൻ കാണുന്ന ഒരു യുദ്ധം എന്ന് പോലും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് മിലിറ്ററി എക്സർസൈസ്. അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. അത് ഒരു എക്സ്റ്റെൻഡഡ് മിലിറ്ററി എക്സർസൈസ് ആണത്. ഒരു റിയൽ ടൈം എക്സർസൈസ്, ഒരു റിയൽ ടൈം ഫീൽഡിലുള്ള ഒരു എക്സർസൈസ്. അവിടെ ശ്രീ ഷാബു പ്രസാദ്, ഈ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ പാകിസ്ഥാന്റെ സൈന്യം ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച്. അത് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളായിരുന്നു അധികവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ അടക്കം പരിശോധിക്കുമ്പോൾ വ്യക്തമായിരുന്നു. പക്ഷേ അതിന്റെ ക്വാളിറ്റി സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ എത്രത്തോളം ഡ്രോണുകൾ ആണ് തകർത്തത് എന്ന് ഒഫീഷ്യലായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഇന്ത്യയുടെ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് എന്ന് പറയുമ്പോൾ തന്നെ ഇതേ ആയുധ ശേഖരമുള്ള രാജ്യങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അതായത് അതാ പറഞ്ഞത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം എന്ന് പറയുന്നത്
കേവലം പാകിസ്ഥാന്റെ നടുവൊടിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് അതിന്റെ ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. ഇതിന്റെ അകത്തൂടെ ശരിക്കും ലോകത്തിന്റെ മുമ്പിൽ ലഭ്യരായ ഒരു രാജ്യം ചൈനയാണ്, മറ്റൊരു രാജ്യം തുർക്കിയാണ്. ഈ ചൈനയെ പറ്റി എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ കൊട്ടിഘോഷിച്ച് നടക്കുന്നത്? ഭീകരന്മാരാണ്, 10 അമേരിക്കയുടെ ശക്തിയുണ്ട്, അവര് 10ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കി, 25ാം തലമുറ ഫോൺ ഉണ്ടാക്കി, ആകാശമുട്ടയുള്ള പാലം ഉണ്ടാക്കി, ചന്ദ്രനില് അവര് കോളനി ഉണ്ടാക്കാൻ പോകുന്നു, ആർട്ടിഫിഷ്യൽ സൺ, കൃത്രിമ സൂര്യനെ ഉണ്ടാക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്ന ഈ പ്രൊപ്പഗാൻഡയുടെ പുറകിലുള്ള പൊള്ളത്തരം എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞ ഒരു അവസരം കൂടിയാണ് ഇപ്പൊ കടന്നുപോയത്. അവിടെ ശരി. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം.